Friends, again welcome back to our YouTube channel English Academy. I am Ajay Kumar, the English trainer from English Academy. See, think of our Union Ministry have new budget. It is time of discussion about the budget and the negative points and what are the minus points we can see in our budget. See, I just told something about the education sector. See, in education system in Kerala or in India is totally waste because it is not practical. See, when we go to China or different, especially to Japan or other countries, we can see their practical education is there. There is practical education, not thoughts but thoughtfulness. And practical education was there. Their education was totally job oriented. A student when come out of the school, even from the school, that is നമ്മളിവിടെ പറയുന്ന 10th അധ്യാപകരെ അടിക്കാൻ നടക്കുന്ന ആശാന്മാർക്കൊക്കെ അവിടെ അവർ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്നത്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്നത്? ഫോർ എക്സാമ്പിൾ, ഏറ്റവും അത്യാവശ്യമാണ് ഫാമിംഗ്. ഫാമിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എവറി കൺട്രി. ഹൗ ടു കൾട്ടിവേറ്റ് ആൻഡ് ഹൗ ക്യാൻ ബി യൂസ് മോഡേൺ ടെക്നോളജി and don't in using pesticides, insecticides and giving correct manure, analyzing the soil and its fertile capacity. It should be taught in our classrooms and then the students should be allowed to enter into different farms, enter into different farming activities. See, എത്ര സ്പേസ് ആണ് കേരളത്തിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. എത്ര ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സ്ഥലമാണ് കേരളത്തിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ ഈ ഫാമുകളിലേക്ക് കൊണ്ടുപോകണം. ആൻഡ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നതെന്ന് അവരെ പഠിപ്പിക്കണം. നമ്മുടെ ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ എഡ്യൂക്കേഷന് എന്ത് ചെയ്യണം? വലിയ പ്രാധാന്യം നൽകി കുട്ടികളെ പഠിപ്പിക്കണം. സി, 10th വരെ കേരളത്തിൽ 12th വരെയുള്ള എഡ്യൂക്കേഷൻ VHSC അടക്കം വെറും വേസ്റ്റാണ്. ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി +2 അല്ലെങ്കിൽ VHSC കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വേസ്റ്റായിട്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ പൈസ ചിലവാക്കുന്നത്. സി, അത് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കുട്ടിക്ക് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ദാറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഓൺ 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് സെൽഫ് റിലയൻസ്, അതോടൊപ്പം ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൽ അവൻ്റെ ഇൻബോൺ ടാലൻ്റ് അനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് ആ പ്രൊഫഷനിൽ, ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിൽ അതിന് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ ഫാമിങ് ഏത് പ്രൊഫഷണൽ ടേസ്റ്റ് ഉള്ള ഒരാളും ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് കേരളത്തിൽ നമ്മളിപ്പം തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ മാത്രം, അല്ലെങ്കിൽ അവരെ മാത്രം പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, ഇൻസെക്ടിസൈഡ്സിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫാമിംഗ് വികസിപ്പിച്ചെടുക്കുന്നില്ല. So education should be professional and it should be job oriented at the same time with a national motivation. രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ. അതിന് രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഓരോ കുട്ടിയും 5ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് ഫ്രം 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്. പാരൻസ്, ഗവൺമെൻറ്, സൊസൈറ്റി ഷുഡ് ഗീവ് ദം ഇനഫ് സപ്പോർട്ട്. സോ സ്കിൽ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി നീഡഡ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ടീച്ചേഴ്സ്, ഇപ്പോഴത്തുള്ള ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, അവരെ അപ്ഡേറ്റ് ചെയ്യണം. പല സബ്ജക്ട്സും, എസ്പെഷ്യലി ഹിസ്റ്ററി, അങ്ങനെയൊക്കെ വാസ്റ്റായിട്ട് പഠിച്ചിട്ട് പ്രയോജനമില്ലാത്തൊക്കെ സിലബസ് ചെയ്തെടുത്ത് കളയണം. എന്നിട്ട് അവിടെ വളരെ പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സിലബസ് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം എൻവയോൺമെൻറ്റൽ സയൻസ്, GK ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരെ ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുക്കാതെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. Then only the education should become practical. See, മെക്കാളെ മീൻസ് ബ്രിട്ടീഷുകാരാണ് നമുക്ക് ഇവിടെ മോഡേൺ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിനകത്ത് മെക്കാളെ പ്രഭു കൊണ്ടുവന്ന് മെക്കാളെ മീൻസ് പറയുന്നത് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലർക്കന്മാരെ സൃഷ്ടിക്കുക. ആ സിസ്റ്റം വലിയ മാറ്റമൊന്നുമില്ല, എപ്പോഴും തുടരുക. പക്ഷേ ലോകമാകെ മാറി എന്നുള്ളത് കേരളത്തിലുള്ള എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം മനസ്സിലാക്കിയിട്ട് നമ്മുടെ സിലബസ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് പ്രൊഫഷണൽ ആക്കണം. നമ്മുടെ ഓരോ കുട്ടിയും ഒരു ജോലിക്ക് പ്രാപ്തനായി അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങും. Then only education become a reality. Am I right?